എന്നിട്ട് ഇന്നലെ സമാപന സമ്മേളനം നടക്കുകയാണ്. എന്താ പൈലുണ്ടായത്? മഗ്രിബ് മുതൽ ഞാൻ ശ്രദ്ധിച്ചു. അതിന് മുമ്പും പേരോണ്ട് പ്രസംഗമുള്ള കാര്യമായിട്ടുണ്ടായത്. മഗ്രിബിൻ്റെ ശേഷം ഏതാ മഗ്രിബ്? നമ്മളെല്ലാവരും സാവിയയിൽ ഒരുമിച്ച് കൂടി മിഅ്റാജിൻ്റെ രാവെന്ന ഏറ്റവും പുണ്യമായ രാവിനെ പ്രത്യേകമായി ആദരിച്ച് മൗലിദും റാത്തീബൊക്കെ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാവിനെ തെരഞ്ഞെടുത്ത് നടത്തിയ സംഭവം എന്താ? നല്ലോണം ആലോചിക്ക്. എന്താണ് പത്രങ്ങളും ചാനലുകളും അതിനെ വിലയിരുത്തിയത്? എല്ലാവരും പറഞ്ഞു അത് ആദ്യം മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഓല സമയം മുതലാക്കി. സത്യത്തിൽ ഇന്നലെ തദ്ബീർ ചെയ്തത് പിണറായി വിജയനായിരുന്നു. ഓല സദസ് അയാൾക്ക് കിട്ടിയ നല്ല അവസരമല്ലേ? ഒരു ചെലവില്ലാതെ ഈ ടീം മുന്നിലിരുന്ന് കൊടുക്കല്ലേ? അയാൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ വിജയവും 1 മണിക്കൂറോളം നീണ്ട പ്രസംഗം തന്നെ നടത്തി. അതിൻ്റെ ഇടയിലുണ്ട് അമ്മക്ക് മെസ്സേജ് അയക്കെടുത്ത് നിർത്തണില്ല. നമ്മളെന്ത് ചെയ്യാനാ? അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ തിരിച്ചുള്ള മറുപടി. പിന്നെ എത്ര രാഷ്ട്രീയക്കാരെ പ്രസംഗിച്ച് 2-3 മണിക്കൂർ പൂർത്തിയായിന്. അതിൻ്റെ ശേഷം പ്രസംഗിക്കുന്നു. മൂപ്പർക്ക് പറയേണ്ടി വന്നു, രാഷ്ട്രീയക്കാർ ഈ വേദി മുതലെടുക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അതിലില്ല. മശായിഖുമായി ആ സംഘത്തിന് യാതൊരു ബന്ധവുമില്ല. മനുഷ്യർക്കൊപ്പം എന്ന് പേര് വെച്ചാലും മൃഗങ്ങൾക്കൊപ്പം എന്ന് വെച്ചാലും രണ്ടും വെച്ചാലും അതൊക്കെ ദീനുമായി അതിന് വല്ല ബന്ധവും വേണമെങ്കിൽ അത് മശായിഖിന്റെ നിർദ്ദേശത്തിലാകണം. അതില്ല. ഇവരുടെ തലയിൽ നിന്ന് ഉദിച്ചൊരാശയം അവർ മുന്നിൽ വെക്കുന്നു. ഭൗതികതയുടെ അതിപ്രസരത്തിൽ 4 ആൾ വരുമ്പോഴേക്ക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംഗമമാകുന്നു. എയർപോർട്ട് ചർച്ചയാകുന്നു, വന്യജീവി സങ്കേതം ചർച്ചയാകുന്നു, ഒളിമ്പിക്സ് ചർച്ചയാകുന്നു. ദീനുമായി ബന്ധപ്പെട്ടൊരു സംഗതിയില്ല. ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എത്തി നോക്കുമ്പോഴോ രാഷ്ട്രീയക്കാരുടെ തല്ലിന്റെ വേദിയായി. നല്ല മതതാളോ നിങ്ങൾക്ക് കിട്ടിയത്? വിജയിച്ചു എന്നാ പറഞ്ഞു. വിജയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ ലക്ഷ്യം വിജയിച്ചിട്ടുണ്ട്. ഒരു സംഗതി സമയം മുതലാക്കി. പിണറായി വിജയൻ സാറിനെയൊക്കെ കണ്ട ഒരു കട്ടൻ ചായ വാങ്ങിക്കൊടുത്തു തുടങ്ങി. കാരണം എന്താ? ഇവരെ പൊട്ടന്മാരാക്കിയിട്ട് മൂപ്പർക്ക് പറയാനുള്ളതൊക്കെ തീർത്താണ് പറഞ്ഞു. എന്താ പ്രമുഖ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്? 1-2 ചാനലുകളുടെ വാർത്ത കേൾപ്പിച്ചു കൊടുക്കും. കേരള യാത്രയുടെ സമാപന വേദിയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ എന്തുകൊണ്ടുണ്ടായില്ലെന്ന് ഓർക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതുതരം വർഗീയതയ്ക്കെതിരെയും സന്ധിയില്ലാത്ത നിലപാടുണ്ടാകണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ ഒരു വശത്ത് മതേതരത്വം പറഞ്ഞിട്ട് മറുവശത്ത് വിദ്വേഷം പറയുന്നവരെ പൊന്നാട അണിയിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് അതേ വേദിയിൽ മറുപടി നൽകി. നമ്മുടെ കേരളത്തിലും അതാണ് ആകെ ചർച്ചപ്പായത്. ഏത് ഇവല് എത്ര കാലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ആളുകളെ എത്തിക്കാനുള്ള പണിയെടുക്കുന്നത്. അതിൽ പൊതു സുന്നികളായ ആളുകളെ ആണല്ലോ കൊണ്ടുപോകുന്നത്. മൊയ്ലിയമാരാണെങ്കിലും മൗലൂദും റാത്തീബൊക്കെ എപ്പോഴൊന്നും ഓതി പരിചയമുള്ള ടീമിനെ കൊണ്ടുപോയി മുന്നിൽ നിർത്തിയിട്ട് രാഷ്ട്രീയ പോരിന്റെ വേദിയായി അത് അധപ്പതിച്ചു എന്നാണ് എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തത്. ഒരു ചാനൽ മാത്രമല്ല, എല്ലാം. എന്നിട്ട് മൂപ്പര് ഇന്നലെ പകലിത് റാലി കഴിഞ്ഞ് കോഴിക്കോട്ടെത്തുകയാണ്. അഭിവാദ്യങ്ങൾക്ക് പറഞ്ഞു. മൊയ്ലിയന്മാരെല്ലാം വന്ന് ഭയങ്കര അഭിവാദ്യമൊക്കെ നടത്തിയിട്ട് മൂപ്പരോട് പത്രക്കാർ ചോദിച്ചു, അല്ല സ്വയ്പായല്ല മോനെ, മുഴുവൻ രാഷ്ട്രീയക്കാർ കൊണ്ടുപോയല്ലോ, ഇങ്ങനെ ഇടങ്ങാറായിട്ട് എന്തിനാ ഞങ്ങൾ ഇതിൻ്റെ സമാപനം ഉണ്ടാക്കിയത്? മൂപ്പര് പറഞ്ഞു, ഞങ്ങളുടെ വേദിയിൽ ആരും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഹക്കീമ് ട്രെയിനിന്ന് പറഞ്ഞു കൊടുത്തുണ്ടോ? അങ്ങനെ പറഞ്ഞേക്കില്ലേ, മണ്ടക്കടി കിട്ടും. രാഷ്ട്രീയമാണ് മണിക്കൂറുകളോളം പറഞ്ഞ്. പണ്ട് പറഞ്ഞില്ല, നൂറൂനെ അറിയിച്ചപ്പോൾ അങ്ങനെ നൂറിന് തന്നെ ഞാൻ കേട്ടില്ല. നമ്മളെ പുഴക്കാട്ടീരി മറ്റേങ്ങായി അയാളെക്കുറിച്ച് ചോദിച്ചല്ലോ, പുഴക്കാട്ടീരി. ആ സംഭവം തന്നെ എനിക്കറിയില്ലായിരുന്നു, അങ്ങനെ പേരെന്നെ കേട്ടില്ല എന്നാണ് മൂപ്പരടി. ഇബ്രാഹിം പുഴക്കാട്ടീരി ആണ് സക്കാഫി. അയാൾ സുന്നി വോയിസിൻ്റെ എഡിറ്ററും മറ്റേ ആളെന്താ മാനേജറോ പബ്ലിഷറോ ആണ്. രണ്ടും ഏത് സമയത്ത് ഒപ്പുണ്ടാകുന്ന ടീമാണ്. ഇതുപോലെ അപ്പം എന്താ ഈ മക്കൾ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ പറഞ്ഞേക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇത് ലൈവല്ലേ മൊയ്ലേരെ, ആളുകൾ കേൾക്കുന്നില്ലേ? ഇതൊക്കെ നിങ്ങൾ എന്നിട്ട് രാഷ്ട്രീയക്കാരെ ആ സംഭവത്തെ ഉദ്ധരിച്ച് ചാനലുകൾ മൊയ്ലേരെ പിന്നെയും പരിഹാസ്യരാക്കുകയാണ്.
റിപ്പോർട്ടർ ചാനലിൻ്റെ ആ റിപ്പോർട്ടൊന്ന് ആദ്യം കേൾക്കി. എവിടെ എത്തി ഇവരെ സമ്മേളനം എന്നൊന്ന് മനസ്സിലാക്കാൻ. യാത്രയുടെ സമാപന വേദിയിൽ ആരും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ റിപ്പോർട്ടറിനോട്. അവരുണ്ടായതുകൊണ്ടാണ് സമാധാനം ഉണ്ടായതെന്നാണ് നേതാക്കൾ പറഞ്ഞത്. സമസ്ത ഐക്യം പ്രതീക്ഷിക്കാമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ്. അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അവരെ കൊണ്ടാണ് ഇവിടെ സമാധാനം ഉണ്ടായത്. വരുത്തി തീർക്കുന്നവർക്ക് പ്രവർത്തനത്തിനുണ്ടാവും. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആരും ഉണ്ടായിട്ടില്ല. സഹോദരത്തിന്റെയും ഒരു സംഗമം കൂടിയായിരുന്നു അല്ലേ? രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്ന് മൂപ്പര് പറഞ്ഞത് കൊടുത്തിട്ട് പിന്നെ വല് പറയുന്നത് എന്താ അറിയോ? എന്നാൽ നമുക്ക് കേരള യാത്രയിൽ നടന്നതൊന്ന് പരിശോധിക്കാം. ആദ്യം മുഖ്യമന്ത്രി സംസാരിച്ചതിൻ്റെ പ്രധാന ഭാഗം, മറുപടി പ്രതിപക്ഷ നേതാവ്. അത് കഴിഞ്ഞിട്ട് അതേ വേദിയിൽ കാന്തപുരം പറയാണെന്ത്, ഈ വേദി രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പം മുമ്പ് കറക്റ്റാ പറഞ്ഞേ, കാരണം കേട്ട ഉഷാറിൽ പറഞ്ഞതാ. പിന്നെ വഴിയിൽ ട്രെയിനിൽ മറ്റേ ആളുണ്ടല്ലോ, ബിസിനസ്മാൻ, ഇന്റർനാഷണൽ ഫിത്ന കമ്മിറ്റിന്റെ ചെയർമാൻ, അയാൾ പറഞ്ഞു കൊടുത്തുണ്ടോ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞേക്കി. ഓന് കുഴപ്പമൊന്നുമില്ലല്ലോ, മൊയിലേറല്ലേ ഇടങ്ങാറാകണം. മൂപ്പരൊന്നും കബറ് പോയാൽ പോലും നല്ല രീതിയിൽ കെടുക്കാൻ ഈ മക്കൾ സമ്മതിക്കില്ല. അയ്യാതി സാധനങ്ങളാണ് ഈ പ്രസ്താവന വെച്ച് പിന്നെ ഈ ചാനൽ ചെയ്യുന്നത്. അവിടെ നടന്ന 2 സംഭവങ്ങളെ ഉദ്ധരിച്ച് അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. ആ ഭാഗം ഒന്ന് കണ്ടോളൂ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. ഇന്നലെ കേരള യാത്രയുടെ സമാപന വേദിയിലെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. മുഖ്യമന്ത്രി പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിനുശേഷം കാന്തപുരം പറഞ്ഞു. മാറാട് 1ഉം 2ഉം കലാപങ്ങളുണ്ടായി. ആ 1ാം കലാപത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായി. 2 വർഷം പിന്നിടുമ്പോഴാണ് മാറാട് 2ാം കലാപം. 9 പേർ കൊല്ലപ്പെട്ടു. മാരകമായ പരിക്ക് 21 പേർക്കുണ്ടായി. ആ നാട്ടിൽ ഇപ്പോൾ വർഗീയ സംഘർഷം തീർത്തും മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. ഞാൻ പറയുന്നത് ഈ സാഹോദര്യവും മതത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിന്റെ ഒരു സമ്മേളനം അല്ല. ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയം ഇല്ലെന്ന് ഏറ്റവും കൂടുതൽ തക്ബീർ കിട്ടിയത് പ്രതിപക്ഷ നേതാവിനാണോ മുഖ്യമന്ത്രിക്കാണോ എന്ന് തർക്കം. ചിലർ പറയുന്നത് പ്രതിപക്ഷ നേതാവിനാണ് കൂടുതൽ കിട്ടിയത് എന്നാണ്. വേറെ ചിലല്ല മുഖ്യമന്ത്രിക്കാന്നും പറയുന്നുണ്ട്. അതിനായിട്ട് ഇരുന്ന നാലിനല്ലേ എന്ത് കേട്ടാൽ അല്ലാഹു അക്ബർ. മാത്രമല്ല അവിടെ വലിയൊരു പ്രശ്നമുണ്ടായി. നമ്മുടെ നാട് വളരെ ശാന്തമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെന്നോ നടന്ന ഒരു വർഗീയ കലാപം, അത് ഓർക്കാൻ പോലും ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. അത് മൂടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അത് തുറന്നെടുത്ത് ഈ കേരള യാത്രയിൽ അത് ചർച്ചയായപ്പോൾ ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ഇപ്പം എന്താ നടക്കുന്നത്? അതിൻ്റെ ബാക്കി ചർച്ചകളും ആ കലാപത്തെക്കുറിച്ചുള്ള സംസാരങ്ങളും. മദത് നഷ്ടപ്പെട്ട അങ്ങനെയൊക്കെ ഉണ്ടാകുക. മഗ്‌രിബിന് ശേഷം 2 മണിക്കൂർ കൊണ്ടുപോയി ഈ ജനങ്ങളെ കേൾപ്പിച്ചത് ഇതല്ലേ നല്ല ഒരു രാവിൽ അല്ല? എന്തിനാപ്പങ്ങൾ യാത്ര നടത്തിയത്? ഇടതുപക്ഷത്തിൻ്റെയും UDFിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണമാകാനോ? അതിന് ഞങ്ങൾ സമസ്ത ഉണ്ടാക്കി?
എന്തിനാ വണ്ടൂർ ഫേസ് നിങ്ങൾ ഇടങ്ങാറായിട്ട് ഈ സമസ്ത ഉണ്ടാക്കിയത്? അതൊന്ന് പറഞ്ഞു കൊടുക്കി. എന്താ ഈ യാത്രൻ്റെ ലക്ഷ്യം? ഒന്ന് പറയട്ടെ. തുടങ്ങി കേരളത്തെ ഏറ്റവും മാതൃകാപരമായ ദീനീ പ്രവർത്തനങ്ങൾ തെളിയിച്ചു കൊടുത്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100 വർഷം പ്രവർത്തന മേഖലയിലെ 100 വർഷം പൂർത്തിയാകുന്ന ഈ 2026 ആ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ആമുഖമായി മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചതാണ് വാസ്തവത്തിൽ ഈ കേരള യാത്ര. അപ്പൊ സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചതാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമായി സംഘടിപ്പിച്ചതല്ല. പക്ഷേ ആയിപ്പോയത് ഇപ്പം എല്ലാം കൂടി അതായിപ്പോയി. അതിൻ്റെ അലവലികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കൊപ്പം എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം എന്തുകൊണ്ട്? ദീനുമായി ആ യാത്രക്കാർക്കോ യാതൊരു ബന്ധവുമില്ല. ഒന്ന്, മശായിഖിന്റെ അനുമതിയിലാണ് ഏത് സംഭവം ഉലമാ നടത്തേണ്ടത്. അങ്ങനൊരു സംഭവം ഇതിനില്ല. അതേപോലെ തന്നെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കി എന്ന് പറയുന്ന സമസ്ത, ആ സമസ്തയുടെ യഥാർത്ഥ മുഖം ഞങ്ങളാണ് എന്ന് പറഞ്ഞ് നടത്തിയ സംഭവം ഈ രൂപത്തിൽ അധപ്പതിച്ചു പോയത് നിങ്ങൾക്ക് ഒരു മതതും ഒരു മശായിഖിൻ്റെതും ഇല്ല എന്നതിൻ്റെ പ്രൗഢമായ തെളിവാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സംഘടനാ നേതാക്കൾക്ക് മശായിഖിൻ്റെ നിർദ്ദേശമില്ലാത്ത സംഘടനാ നേതാക്കളെയാണ് ഞാൻ പറയുന്നത്. ഇ.കെ. ഉസ്താദിനെ പോലെ പ്രവർത്തിക്കാൻ സംഘടന എന്ന വേദിയുണ്ട്. അവർക്ക് നിർദ്ദേശം മശായിഖിൽ നിന്നാണ്. അതൊക്കെ അല്ലാതെ മശായിഖുമായി ഒരു ബന്ധവുമില്ലാതെ ഒരു സംഘടനാ നേതാവായി വന്ന് അദ്ദേഹത്തിന് ഇവിടെ നിഷ്പക്ഷമായി ദീന് പറയാൻ കഴിയില്ല. കാരണം എന്താ? എപ്പോഴും സംഘടനാ പക്ഷപാതിത്വം അവർക്കുണ്ടാകും. സംഘടനാ പക്ഷപാതിത്വം എല്ലാത്തിലും വരും. അല്ലാഹുവിന്റെ ഔലിയാക്കൾ മശായിഖന്മാർ അവർക്ക് പക്ഷപാതിത്വം വരില്ല. അവരെല്ലാവർക്കും ഗുണം, അവരാ ശരിക്കും മനുഷ്യരോടൊപ്പം ഇതര ജീവികൾക്കും ഗുണം ചെയ്യുന്നത് അവരാണ്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇപ്പോൾ ഒരു സംഘടന ഉണ്ടോ? അള്ളാഹിന്റെ സംഘടനയുടെ ആളാ. ആ അള്ളാഹിന്റെ പ്രതിനിധികളല്ലേ മശായിഖുമാർ. അവരിലൂടെയല്ലേ ദീന് നമുക്ക് കിട്ടിയത്. ഇന്ന് മാത്രം ഇതെങ്ങനെ ഇല്ലാതെയായി? ഇന്നിപ്പോ രചനകളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, എന്തില്ല? മശായിഖിനോടുള്ള അന്വേഷണമൊന്നുമില്ല. വെറും ജനങ്ങളുടെ പെരുമയും അതിഭൗതികതയും പ്രശസ്തിയും മാത്രം. ഇതെങ്ങനെ ദീനാകും? അതുകൊണ്ട് നിങ്ങൾ നടത്തിയ ആ സംഭവം ഉണ്ടല്ലോ, കേരള യാത്ര, അതിന്റെ സമാപനത്തോടുകൂടി നിങ്ങളും സമാപിച്ചോ എന്നാണ് ഞങ്ങൾക്ക് സംശയം. അതല്ലേ ഉണ്ടായത്?